നമ്മളിനി മൈക്രോമെറിറ്റിക്സ് യൂണിറ്റ് 3 മൈക്രോമെറിറ്റിക്സിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മൈക്രോമെറിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്. അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ സയൻസിനെയും ടെക്നോളജിനെയും പറയുന്ന പേരാണ് എന്ത് മൈക്രോമെറിറ്റിക്സ്. സോ മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്. മെറിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റഡി അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി. സോ മൈക്രോമെറിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ സയൻസിനെയും ടെക്നോളജിനെയാണ് നമ്മൾ മൈക്രോമെറിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള പാർട്ടിക്കിൾ സൈസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ ആണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും മൈക്രോമെറിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്. ചെറിയ ചെറിയ പാർട്ടിക്കിൾസിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെറിയ പാർട്ടിക്കിൾസിനെ പറ്റി പഠിക്കുന്നത്? നമ്മുടെ ഫാർമസിയിൽ എന്തെങ്കിലും ഇതിന് യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാർട്ടിക്കിൾ സൈസിനെ പറ്റി നമ്മളൊരു പെർട്ടിക്കുലർ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിക്കിൾ സൈസ് ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫാർമസിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് അതുപോലെ തന്നെ സർഫസ് ഏരിയ എന്നൊക്കെ പറയുന്നത് ഒരു പാർട്ടിക്കിളിന്റെ അല്ലെങ്കിൽ ഒരു ഡ്രഗിന്റെ ഫിസിക്കൽ, കെമിക്കൽ, ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് കാരണമാണ് നമ്മൾ എപ്പോഴും ഒരു പാർട്ടിക്കിൾസിന്റെ സൈസും അതിന്റെ സർഫസ് ഏരിയനെ പറ്റിയൊക്കെ അറിയണം എന്ന് പറയുന്നത്. സോ പാർട്ടിക്കിൾ സൈസ് എന്തൊക്കെ എഫക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോസേജ് ഫോം, ഫോർ എക്സാമ്പിൾ ഒരു ടാബ്ലറ്റ് ആണെന്ന് വിചാരിക്കും. ഇതൊരു ടാബ്ലറ്റ്. ഈ ടാബ്ലറ്റിൽ നിന്ന് ഡ്രഗ് എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. അപ്പം നമ്മൾ ഓറലി നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും, പാരന്റലി അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും, റെക്ടലി അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും, ടോപ്പിക്കലിയും അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് റൂട്ട് വഴിയാണെങ്കിലും അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ഡോസേജ് ഫോമിന്റെ അതിൽ നിന്നുള്ള ഡ്രഗ് റിലീസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസിന് ഒരു ഡോസേജ് ഫോമിൽ നിന്നുമുള്ള ഡ്രഗ് റിലീസിനെ അഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈക്രോമെറിറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് എത്രമാത്രം കുറയുന്നോ അതിനനുസരിച്ച് സർഫസ് ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് നടക്കും? അവിടെ നിന്ന് ഡ്രഗിന്റെ റിലീസ് ഉണ്ടാകും. അതായത് ഡ്രഗ് ഈസിലി ഡിസോൾവ് ആകും. സോ ജസ്റ്റ് എന്താണ് മൈക്രോമെറിറ്റിക്സ് എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്. ചെറിയ ചെറിയ പാർട്ടിക്കിൾസിന്റെ സയൻസിനെയും ടെക്നോളജിയാണ്. അങ്ങനെയുള്ള ചെറിയ പാർട്ടിക്കിൾസിന്റെ പാർട്ടിക്കിൾ സൈസ് നമ്മൾ യൂഷ്വലി മൈക്രോമീറ്റേഴ്സ് അല്ലെങ്കിൽ മൈക്രോണിലാണ് പറയുന്നത്. ഇങ്ങനെ പാർട്ടിക്കിൾ സൈസ് അറിയുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഗിന്റെ ഫിസിക്കൽ, കെമിക്കൽ, ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തൊക്കെയാണ് മൈക്രോമെറിറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയും? ഓൾറെഡി നമ്മൾ പറഞ്ഞു റിലീസ് ആൻഡ് ഡിസൊല്യൂഷൻ. ഒരു ഡോസേജ് ഫോമിൽ നിന്നും ഡ്രഗിന്റെ റിലീസ് ആയതിനു ശേഷം നമ്മുടെ ബോഡി ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഫ്ലൂയിഡ്സിലൊക്കെ ഉള്ളതിന്റെ ഡിസൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അബ്സോർപ്ഷൻ ആൻഡ് ഡ്രഗ് ആക്ഷൻ. ഒരു ഡ്രഗ് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് നമ്മുടെ അബ്സോർബ് ആകുക, എന്നിട്ട് ആക്ഷൻ കാണിക്കുക എന്നുള്ളതാണ്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡ്രഗിന്റെ ഫിസിക്കൽ സ്റ്റെബിലിറ്റി, അതിപ്പോൾ ഒരു ടാബ്ലറ്റ് ആണെന്ന് വിചാരിക്കണം. ആ ടാബ്ലറ്റ് ആസ് സച്ച് ടാബ്ലറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് അതിന്റെ ഫിസിക്കൽ സ്റ്റെബിലിറ്റി. സോ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോസ് യൂണിഫോമിറ്റി. നമ്മൾ ശരീരത്തിലേക്ക് ഒരു ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ അകത്തേക്ക് കയറുന്ന ഡ്രഗിന്റെ ഡോസ് യൂണിഫോം ആയിരിക്കണം. അതിനും ഇമ്പോർട്ടൻ്റ് ആണ് മൈക്രോമെറിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് പാർട്ടിക്കിൾ സൈസ് ആൻഡ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ ആദ്യം പറയുന്നത് ഇത് നോക്കൂ, ഒരുപാട് പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഇതാണ് കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ്. സോ ഈ ഒരു പാർട്ടിക്കിളിന്റെ കളക്ഷനിൽ എന്താണ്, ഒരു സൈസുള്ള ആൾക്കാർ മാത്രമല്ല, ചെറിയ സൈസുള്ള ആൾക്കാരുണ്ടാവും, വലിയ സൈസുള്ള ആൾക്കാരുണ്ടാവും, പല പല സൈസിലുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അതിൽ അങ്ങനെയുള്ളൊരു പാർട്ടിക്കിളിന്റെ കളക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ്. 2 പ്രോപ്പർട്ടീസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പും സർഫസ് ഏരിയ ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ. ഇതിൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ ഷേപ്പും സർഫസ് ഏരിയയും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസും സൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഈ പാർട്ടിക്കിളിന്റെ സൈസും പാർട്ടിക്കിൾ സൈസിന്റെ ഡിസ്ട്രിബ്യൂഷനും. സോ ഇപ്പൊ നമ്മൾ എന്താണ് ഒരു കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് എടുത്തു. ഒരു പാർട്ടിക്കിളിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടായിരിക്കും?
നമുക്ക് ഒന്നിലധികം സൈസുള്ള പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ചെറിയ സൈസുള്ള പാർട്ടിക്കിൾസും വലിയ സൈസുള്ള പാർട്ടിക്കിൾസും അങ്ങനെ ഒന്നിലധികം സൈസുള്ള പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കിൾസിന്റെ ഒരു കളക്ഷനിൽ 2 കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഷേപ്പും സർഫസ് ഏരിയ. എന്തിന്റെ? ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്, ഓരോ പാർട്ടിക്കിളിന്റെയും ഷേപ്പും സർഫസ് ഏരിയ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾസിന്റെ സൈസും സൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമുക്ക് അതിലെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസിനെ പറ്റി നോക്കാം. സോ പാർട്ടിക്കിൾ സൈസ്, ഒരു സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കും. ഇതാണ് ഒരു സ്ഫിയർ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്ഫിയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സ്ഫിയറിന്റെ സൈസ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? യൂഷ്വലി നമ്മൾ ഡയമീറ്റർ എന്നുള്ള ടേം വെച്ചിട്ടാണ് നമ്മളൊരു സ്ഫിയറിന്റെ സൈസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇനി ഓരോ പാർട്ടിക്കിൾസിന്റെയും സൈസ് പറയാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഡയമീറ്റർ, അല്ലെങ്കിൽ അതിനെ DS എന്ന് പറയും. എന്താണ്? സർഫസ് ഡയമീറ്റർ അല്ലെങ്കിൽ DS. ഈ DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, ഒരു സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ അസിമെട്രിക് പാർട്ടിക്കിളിന്റെ സർഫസ് ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടി പറയാം, സർഫസ് ഡയമീറ്റർ അല്ലെങ്കിൽ DS ആണ് ഒന്നാമത്തെ സംഭവം. ഫസ്റ്റ് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സർഫസ് ഡയമീറ്റർ എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ സർഫസ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസിമെട്രിക്കൽ പാർട്ടിക്കിൾ. ഓക്കെ, ഈ അസിമെട്രിക്കൽ പാർട്ടിക്കിളിന് ഏതോ ഒരു സർഫസ് ഏരിയ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പാർട്ടിക്കിളിന് ഒരു സർഫസ് ഏരിയ ഉണ്ട്, പെർട്ടിക്കുലർ ഒരു സർഫസ് ഏരിയ ഉണ്ട്. ആ അസിമെട്രിക് പാർട്ടിക്കിളിന്റെ സർഫസ് ഏരിയക്ക് സെയിം ആയിട്ടുള്ള സർഫസ് ഏരിയ ഉള്ള ഒരു സ്ഫിയർ, ആ സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ് സർഫസ് ഡയമീറ്റർ. സോ പാർട്ടിക്കിൾ സൈസ് പറയുന്നത് ഫസ്റ്റ് വൺ സർഫസ് ഡയമീറ്റർ. സർഫസ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ അസിമെട്രിക്കൽ പാർട്ടിക്കിളിന്റെ സർഫസ് ഏരിയക്ക് സെയിം സർഫസ് ഏരിയ ഉള്ള ഒരു സ്ഫിയർ, ആ സ്ഫിയറിന്റെ ഡയമീറ്റർ, അതാണ് സർഫസ് ഡയമീറ്റർ. ഇനി രണ്ടാമത്തെ നോക്കൂ, വോളിയൂം ഡയമീറ്റർ. വോളിയൂം ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ അസിമെട്രിക് പാർട്ടിക്കിളിന്റെ വോളിയം, അതിന് സെയിം ആയിട്ടുള്ള വോളിയം ഉള്ള ഒരു സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ് എന്ത്? വോളിയം ഡയമീറ്റർ. സർഫസ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമെട്രിക് പാർട്ടിക്കിളിന്റെ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ സർഫസ് ഏരിയക്ക് ഈക്വൽ ആയിട്ടുള്ള സർഫസ് ഏരിയ ഉള്ള സ്ഫിയറിന്റെ ഡയമീറ്ററും, വോളിയം ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമെട്രിക് പാർട്ടിക്കിളിന്റെ വോളിയം, അതിന് ഈക്വൽ ആയിട്ടുള്ള വേറൊരു സ്ഫിയറിന്റെ ഡയമീറ്റർ. ഇനി അടുത്ത പ്രൊജക്റ്റഡ് ഡയമീറ്റർ. പ്രൊജക്റ്റഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അസിമെട്രിക് പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാണെന്ന് വിചാരിച്ചു. അങ്ങനെ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പെർട്ടിക്കുലർ ഏരിയ കിട്ടും അല്ലേ? നമ്മുടെ അസിമെട്രിക് പാർട്ടിക്കിളിന് ഒരു ഏരിയ ഉണ്ടാവും. ആ സെയിം ഏരിയ ഉള്ള സ്ഫിയർ, ആ സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ് പ്രൊജക്റ്റഡ് ഡയമീറ്റർ. അപ്പോൾ എന്താണ് പ്രൊജക്റ്റഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ അസിമെട്രിക് പാർട്ടിക്കിൾ, ആ അസിമെട്രിക് പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്ത് ഏതെങ്കിലും ഒരു മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് അതിനൊരു ഏരിയ ഉണ്ടെന്ന് മനസ്സിലായി. ആ ഏരിയ, അതേ സെയിം ഏരിയ ഉള്ള ഒരു സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ് പ്രൊജക്റ്റഡ് ഡയമീറ്റർ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോക്സ് ഡയമീറ്റർ. അതിനെ നമ്മൾ DST എന്ന് പറയും. അതിന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അസിമെട്രിക് പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ആ അസിമെട്രിക് പാർട്ടിക്കിൾ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മുടെ പാർട്ടിക്കിൾസിന് വല്ല വെള്ളത്തിലോ എന്തെങ്കിലും കലക്കി സെറ്റിൽ ചെയ്യാൻ വെച്ചേക്കാന്ന് വിചാരിക്കാം. അങ്ങനെ സെറ്റിൽ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും ഈ പാർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യും? മെല്ലെ 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 താഴേക്ക് അടിഞ്ഞുകൂടും അല്ലേ? സോ ഇത് സെഡിമെന്റ് ആവാൻ എടുത്ത ഒരു റേറ്റ് ഉണ്ടാകും, ഒരു ടൈം ഉണ്ടാകും. സോ ഈ സെഡിമെന്റേഷൻ റേറ്റിന് സെയിം ആയിട്ടുള്ള ഒരു ഇക്വലന്റ് സ്ഫിയർ, അതായത് ഒരു സ്ഫിയർ ഉണ്ട്, ആ സ്ഫിയറിന്റെ സെഡിമെന്റേഷൻ റേറ്റ് നമ്മുടെ അസിമെട്രിക് പാർട്ടിക്കിളിന്റെ സെഡിമെന്റേഷൻ റേറ്റിന് ഈക്വൽ ആണ് അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ് സ്റ്റോക്സ് ഡയമീറ്റർ അല്ലെങ്കിൽ DST എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ പാർട്ടിക്കിൾ സൈസ് നമ്മൾ 4 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം: സർഫസ് ഡയമീറ്റർ, വോളിയൂം ഡയമീറ്റർ, പ്രൊജക്റ്റഡ് ഡയമീറ്റർ ആൻഡ് സ്റ്റോക്സ് ഡയമീറ്റർ. സർഫസ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമെട്രിക് പാർട്ടിക്കിൾസിന്റെ സെയിം സർഫസ് ഏരിയ ഉള്ള സ്ഫിയറിന്റെ ഡയമീറ്റർ. വോളിയം ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമെട്രിക്കൽ പാർട്ടിക്കിളിന്റെ സെയിം വോളിയം ഉള്ള സ്ഫിയറിന്റെ ഡയമീറ്റർ. പ്രൊജക്റ്റഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അസിമെട്രിക് പാർട്ടിക്കിളിന്റെ സെയിം ഏരിയ ഉള്ള സ്ഫിയറിന്റെ ഡയമീറ്റർ. സ്റ്റോക്സ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമെട്രിക് പാർട്ടിക്കിൾസിന്റെ സെഡിമെന്റേഷൻ റേറ്റിന് സെയിം ആയിട്ടുള്ള ഒരു സെഡിമെന്റേഷൻ റേറ്റ് ഉള്ള സ്ഫിയറിന്റെ ഡയമീറ്റർ. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ കുറേ പാർട്ടിക്കിൾസിന്റെ ഒരു കളക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇതെന്താണ്? പോളി ഡിസ്പേഴ്സ് ആണ്. അതായത് പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം, ഞാൻ പറഞ്ഞു ഒന്നിലധികം ഷേപ്പുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. സോ ഇതിന് നമുക്ക് യൂഷ്വലി പോളി ഡിസ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇനി
ഈ പാർട്ടിക്കിൾസിന്റെ സൈസ് മാത്രമല്ല, എത്ര പാർട്ടിക്കിൾസ് സെയിം സൈസിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു പല സൈസിലുള്ള പല പാർട്ടിക്കിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 1 മൈക്രോമീറ്റർ ഉള്ള പാർട്ടിക്കിൾ ഉണ്ടാവും, 0.5 മൈക്രോമീറ്റർ ഉള്ള പാർട്ടിക്കിൾ ഒക്കെ ഉണ്ടാവും. സോ സെയിം സൈസിലുള്ള എത്ര പാർട്ടിക്കിൾസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു നോളജ് നമുക്ക് കിട്ടുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നമ്മൾ സൈസ് റേഞ്ച് കണ്ടുപിടിക്കുന്നത്. സൈസ് റേഞ്ചും അതുപോലെ തന്നെ ഓരോ പാർട്ടിക്കിൾ സൈസിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഫ്രാക്ഷനും കണ്ടുപിടിക്കുന്നത്. സോ ഇതാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഫസ്റ്റ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് എന്താന്ന് പറഞ്ഞു, അടുത്തതാണ് പാർട്ടിക്കിൾ സൈസിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അതായത് സെയിം സൈസിലുള്ള ഹൗ മെനി പാർട്ടിക്കിൾസ്. ഓക്കെ, ഒരു സെയിം സൈസിലുള്ള എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, അത് മൊത്തത്തിന്റെ എത്ര വെയിറ്റ് ഫ്രാക്ഷനിൽ അത് പ്രസന്റ് ആണ്, അതാണ് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. the number of weight of particles lying within a certain size range. അതായത് ഇപ്പോൾ 0.5 മൈക്രോമീറ്റർ ആണ് ഒരു സൈസ് റേഞ്ച് എന്ന് വിചാരിക്കുക. സോ ആ പെർട്ടിക്കുലർ സൈസ് റേഞ്ചിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അങ്ങനെയുള്ള അത്രയും പാർട്ടിക്കിൾസിന്റെ ഒരു നമ്പർ അല്ലെങ്കിൽ വെയിറ്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒരു മെയിൻ പാർട്ടിക്കിൾ സൈസിനെതിരെ നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. അതായത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ 0.5 മൈക്രോമീറ്ററിലുള്ള 10 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഒരു പ്ലോട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഇപ്പം 0.1, 0.2, 0.3, 1, 2, 3 അങ്ങനെ 10 വരെ. സോ 0.5 മൈക്രോമീറ്ററിലുള്ള 10 പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലോട്ട് വരച്ചെന്ന് വിചാരിക്കും. സോ ഇതാണ് യൂഷ്വലി പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളാം. 2 സാമ്പിൾ ഉണ്ട്. 2 സാമ്പിളിന് ചിലപ്പം സെയിം ആവറേജ് ഡയമീറ്റർ ആയിരിക്കും, പക്ഷെ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. സോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി പാർട്ടിക്കിൾ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി, സീവിങ്, സെഡിമെന്റേഷൻ, പാർട്ടിക്കിൾ വോളിയം അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി മെത്തേഡ് എന്ന് പറയും. സോ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഭയങ്കര ചെറുത് 0.2 to 100 മൈക്രോമീറ്റേഴ്സ് വരെയുള്ള പാർട്ടിക്കിൾസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം സീവിങ് മെത്തേഡ് ആണെങ്കിലോ 50 to 1500 മൈക്രോമീറ്റർ വരെയുള്ള പാർട്ടിക്കിൾസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സെഡിമെന്റേഷൻ ആണെങ്കിൽ 1 to 200 മൈക്രോമീറ്റേഴ്സ് ഉള്ള പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി പാർട്ടിക്കിൾ വോളിയം അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 to 500 മൈക്രോമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സൈസിലുള്ള പല പല പാർട്ടിക്കിൾസ് ഒരു പൗഡറിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ആ സൈസിലുള്ള എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, അത് എത്ര വോളിയം എന്ത് ചെയ്യുന്നുണ്ട്, ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ട് നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉണ്ടാക്കിയെടുക്കുന്നു. അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആവറേജ് ഡയമീറ്റർ ഉള്ള 2 സാമ്പിൾ ഉണ്ടായിരിക്കും. അവരെ നമുക്ക് ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആയിരിക്കും, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ പാർട്ടിക്കിൾ സൈസ് കണ്ടുപിടിക്കാൻ പല മെത്തേഡ് ഉണ്ട്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി, സീവിങ്, സെഡിമെന്റേഷൻ, പാർട്ടിക്കിൾ വോളിയം.